വെൽക്കം ടു കൈതേക്കി 2K23. സോ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഒഫീഷ്യലി നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഫോർ ദ വെൽക്കം സ്പീച്ച് മിസ്റ്റർ ബിജു സർ. സോ പ്ലീസ് വെൽക്കം. ഹീസ് ദ പ്രൊജക്ട് ഹെഡ് SS മാർക്കറ്റിംഗ്. സോ പ്ലീസ്. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായ ഒരു സായാഹ്നമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. മിത്സുബിഷി SS മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്ര സമയം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മൈക്ക് കയ്യിൽ പറ്റി എന്താണെന്നറിയില്ല, ചെറിയൊരു ഒരു തരകറക്കമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു നോർമലായി വരുന്നതേ ഉള്ളൂ. ഈ ഫംഗ്ഷനിലേക്ക്, ഡീലേഴ്സ് മീറ്റിലേക്ക് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേര് കൂടി കടന്നു വരാണ്ട് ഏതായാലും നമുക്ക് ഫംഗ്ഷൻ ഡിലേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കാര്യപരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ വെൽക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മിത്സുബിഷിയുടെ റീജിയണൽ ഹെഡ് സുരേന്ദ്രൻ സാർ. ഇത് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഐ ആം വെരി റീസെൻ്റ്ലി ജോയിൻഡ് ഇൻ ദിസ് SS. പക്ഷേ ഒരു ലോങ് റിലേഷൻഷിപ്പാണ് നമ്മുടെ SS മാർക്കറ്റിംഗ് ആയിട്ട് ബിച്ചു സാർക്കും മറ്റ് ഡീലേഴ്സിനും. കാരണം ഒരു കമ്പനി ഹെഡ് എന്നുള്ള രീതിയിൽ മാത്രമല്ല നമുക്ക് ബിച്ചു സാറിനെ കാണാൻ പറ്റുക. കാരണം ഒരു ബ്രദർലി റിലേഷൻഷിപ്പാണ് എപ്പോഴും നമുക്ക് സാറിൻ്റെ നിന്ന് കിട്ടാറുള്ളത്. നമുക്കൊരു ടെക്നിക്കൽ എക്സ്പേർട്ട് എന്നതിൽ പുറമെ നമുക്ക് വേണ്ട ഗൈഡൻസ്, നമുക്ക് വേണ്ട സപ്പോർട്ട്, നമ്മൾക്ക് വേണ്ട ഒരു കൺസൾട്ടൻസി, എല്ലാ കാര്യത്തിനും ഒരു 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 എക്സ്പേർട്ട് ഒപ്പീനിയൻ നമ്മൾ എപ്പോഴും ബിച്ചു സാറെയാണ് ആശ്രയിക്കാറ്. സാർ ആ രീതിയിലുള്ള സപ്പോർട്ടുകളാണ് നമുക്ക് ഏത് സമയത്തും തരാറുള്ളത്. അപ്പോൾ പിന്നെ ബിച്ചു സാറൊക്കെ ചിലപ്പോൾ ഞാനിതൊരു വെൽക്കം ചെയ്യാനിരുന്നാൽ സാർ ചിലപ്പോൾ ഒന്ന് ഇറങ്ങി പോകാൻ എന്നോട് പറയാൻ സാധ്യതയുണ്ട്. കാരണം അതിൽ നിന്നൊരു അതൊരു ഔപചാരികതയുടെ പേരിൽ മാത്രമാണ് സ്വാഗതം ചെയ്യുന്നത്. ബിച്ചു സാർ, വെൽക്കം സാർ. പിന്നെ നമ്മുടെ കോർ മിത്സുബിഷി ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് എല്ലാവരെയും പരിചയമില്ല, എന്നാലും ഞാൻ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അനീഷ് സാർ, ബിനു സാർ, സദാശിവൻ സാർ, റീസെൻ്റ്ലി ജോയിൻഡ് അഭിജിത്ത്, ശ്രീകുമാർ സാർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു, ലേജൻ സാർ, ഷിബിൻ, ഒക്കെ ഏകദേശം ആനിസൺ സാർ, എല്ലാവരും ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സോറി ബൈ മിസ്റ്റേക്ക്, എനിക്ക് എല്ലാവരും പരിചയമില്ലാത്തതുകൊണ്ടാണ് ആരെയും വിട്ടുപോയിട്ടെങ്കിൽ റിയലി സോറിയാണ്. പിന്നെ നമ്മൾ ഇതിൽ സ്വാഗതം ചെയ്യാനുള്ളത് നമ്മൾ വളരെ ക്ലോസ് ഗ്രൂപ്പിനെ മാത്രമാണ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പാർട്ട് ഫ്രം ദ ഡീലേഴ്സ് നമ്മളോട് വളരെ ക്ലോസ് ആയി നിൽക്കുന്ന, നമ്മളൊരു കുടുംബം പോലെ തന്നെ നിൽക്കുന്ന സ്പെഷ്യൽ ഗസ്റ്റ്, ആ ഒരു ഗ്രൂപ്പിനെ മാത്രമേ നമുക്കിതിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ക്ഷണം സ്വീകരിച്ചെത്തിയ ആ സ്പെഷ്യൽ ഇൻവൈറ്റീസിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈ സ്വാഗതം പറയൽ കുറച്ചൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണെങ്കിലും ഏകദേശം ഒരു ഓൺ ട്രാക്കിലായി ഞാൻ വരുന്നുണ്ട്, ഒരു കംഫർട്ടബിളായി വരുന്നുണ്ട്. ഈ ഇപ്പോൾ സ്വാഗതം പറയാനുള്ളത്, നമ്മളെ സ്വാഗതം ചെയ്യാനുള്ളത് നമ്മളെ ഡീലേഴ്സിനെയാണ്. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ റീസെൻ്റ്ലി SS വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീലേഴ്സിനെ ഞാൻ സ്വാഗതം ചെയ്യാൻ അത്രത്തോളം ഒരു സൂട്ടബിൾ അല്ല. കാരണം 10-12 വർഷമായിട്ട് SS ചേർന്ന് കിടക്കുന്ന വലിയൊരു ഗ്രൂപ്പാണ്. SS കുടുംബത്തിനെ പോലെ സ്നേഹത്തിൽ നല്ല റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിൽ കാത്തു സൂക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡീലേഴ്സിനെ പക്ഷേ ഒരു ഔപചാരികതയുടെ പേരിൽ മാത്രം സ്വാഗതം ചെയ്യാണ്. കാരണം ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് മാത്രമല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എല്ലാവർക്കും വളരെ വ്യക്തിബന്ധങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു കൺസിഡറേഷനാണ് SS നിന്ന് എപ്പോഴും ഡീലർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡീലേഴ്സ് എല്ലാവരും വളരെ ഹാപ്പിയാണ്, വെരി ഓപ്പൺ ആണ് ടു SS. പിന്നെ അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മളെ മ്യൂസിക് ട്രൂപ്പിനോടാണ്. അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി. ഈ ഒരു ഇനാഗുറൽ സെഷൻ കഴിഞ്ഞാൽ നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം. നമ്മളെ SS പിന്നെ മുനീറിനെയാണ് അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടി വരുന്നത്. കാരണം എന്താ വെച്ചാൽ അത് വീണ്ടും ഔപചാരികതയുടെ പേരിലാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരു 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 ബിസിനസ് റിലേഷൻഷിപ്പ് ആരും മുനീറായിട്ട് ആ രീതിയിലല്ല കാണുന്നത്. കാരണം ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യക്തിബന്ധം, ഒരു സഹോദരനെ പോലെയും ഒക്കെയാണ് എല്ലാവരും ഒരു കൺസിഡർ. പല ആൾക്കാരും മുനീർക്കാന്നാണ് വിളിക്കുന്നത്, പ്രായം കൂടിയ ആൾക്കാരും കുറഞ്ഞ ആൾക്കാരും. അപ്പോൾ അത് ഞാൻ ചിലപ്പോൾ ഡൗട്ട് ചോദിക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ അതൊരു കൊടുക്കുന്ന റെസ്പെക്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റെസ്പെക്റ്റ് കിട്ടാൻ അതിൻ്റെ ബാക്കിൽ മൂപ്പര് കാത്തു സൂക്ഷിക്കുന്ന എത്തിക്സോ മൂപ്പരുടെ പോളിസികളോ ഒക്കെയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതെ
ആ ഒരു കൺസിഡറേഷൻ ഏത് സമയത്തും കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാവരുടെയും ഒരു ഈ ബന്ധങ്ങൾ കാണുമ്പോൾ. അപ്പോൾ മുനീറിനെയും മാനേജിംഗ് ഡയറക്ടറായ SS-ൻ്റെ മാനേജിംഗ് ഡയറക്ടർ മുനീറിനെയും ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനിയിപ്പോൾ സ്വാഗതം ചെയ്യാൻ SS-ൻ്റെ ഒരു കോർ ടീമാണ്. കാരണം ഞങ്ങൾ ഒരു 10 മിനിറ്റ് മുന്നേ ഞങ്ങൾ വളരെ തിരക്കിലായിരുന്നു. കാരണം ഈ പ്രോഗ്രാമിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനോടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോഴാണ് ഫ്രീ ആയിട്ട് വരുന്നത് എല്ലാവരും. അപ്പോൾ ആ കോർ ടീം നമ്മളോട് കൂടെ ഇത്ര ദിവസം വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇവിടെ സാധ്യമായിട്ടുള്ളത്. അതിനുവേണ്ട അവരോടും ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് അവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു. ഈ കൈതേകി എന്ന് പറയുന്ന വേർഡ് ആക്ച്വലി ഒരു ജാപ്പനീസ് വേർഡാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് നമ്മൾ ഈ ഒരു ഡീലേഴ്സ് മീറ്റിന് കൈതേകി എന്ന പേര് കൊടുത്തതെന്ന്. ആർക്കെങ്കിലും ഇതിന്റെ മീനിങ് അറിയാമോ? യെസ്, ഇറ്റ് റെഫേഴ്സ് ടു കംഫർട്ട് അല്ലെ. ഈ കംഫർട്ടും നമ്മുടെ ഈ ഡീലേഴ്സ് മീറ്റുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എനി കണക്ഷൻ? ഓഡിയൻസ്, ഒരു കണക്ഷനും ഇല്ല. നമ്മുടെ മിസ്തുബിഷിയുടെ AC-യും കംഫർട്ടും ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കണക്ഷൻ ഉണ്ടോ? യെസ് ഓർ നോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കുറെ പേര് തലയാട്ടുന്നുണ്ട്, എല്ലാവരും ഭയങ്കര സൈലന്റ് ആണ് അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ മിസ്തുബിഷി AC-യുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കംഫർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പേരിലേക്ക് എത്തിയിട്ടുള്ളത്. സോ ഫൈനലി നമ്മുടെ കൈതേകി 2K23 ഒഫീഷ്യൽ ഇനോഗ്രൽ സെറിമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് ഒരു വ്യക്തി മാത്രമല്ല, നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട്, നമ്മുടെ ഡീലേഴ്സും അതോടൊപ്പം തന്നെ നമ്മുടെ ഒഫീഷ്യൽസും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു കേക്ക് കട്ടിങ്ങിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇനോഗ്രൽ സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫോർ ദ ഇനോഗ്രൽ സെറിമണി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് Mr. Surendran sir. He is the South Regional Manager, Mitsubishi Electrics India Private Limited. ഒരു ഔദ്യോഗികമായ ചടങ്ങിന് നമ്മൾ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഒഫീഷ്യൽ ഇനോഗ്രൽ സെറിമണി നിർവഹിക്കുന്നത് നമ്മുടെ സൗത്ത് റീജിയണൽ മാനേജർ ആയിട്ടുള്ള മിസ്റ്റർ സുരേന്ദ്രൻ സർ ആണ്. യെസ്, ദിസ് ഇസ് ദ ഒഫീഷ്യൽ ഇനോഗ്രൽ സെറിമണി ഓഫ് കൈതേകി 2K23. It's indeed a great pleasure meeting you all, and rather hosting you all for this such a wonderful, great evening just before the start of the summer. And in fact, it's indeed a pleasure to meet so many people under one roof after such a long time, thanks to whatever has been happening over the last 2 years. The changes which no one would have ever imagined of. And as always, we have always managed to fight back and crawl back our way towards normalcy, and we have come back much stronger than what we were earlier before. Congratulations to one and all for that. And talking about our journey, 2010 or rather 2008, when Mitsubishi Electric started to set up its operations in India as a licensing office in Bangalore and in Gurgaon. Then in 2011, they decided to go all out and start up operations pan-India for air conditioning business. That is when we all got into this great company. And 2012, in fact, it is much of an honor that I was the first person who joined us, first employee for Chennai branch. So did Mr. Bichu, who joined along with me for Kerala. I was there in Chennai and Bichu san joined for Kerala branch, starting up the operations at the local level. I was responsible for starting up operations in Chennai and he started operations in Kerala. In fact, it is a great honor working with this great organization for such a long time, and I believe it will remain same way, and we look forward to grow with the company along with all of you. Coming back to the product, Mitsubishi always believes in quality. We have a standard called as MEQ. It's called as Mitsubishi Electric Quality way back in Japan. Every company talks about quality. How is Mitsubishi Electric Quality different?
any other company for that matter, or any product for that matter, follows some quality set by other competitors or by some organizations. But what is different with Mitsubishi? Mitsubishi has set its own standard, or rather set up a quality standard which is being followed by many companies. That is why we call it as MEQ, Mitsubishi Electric Quality. So when we started our operations, it was a very small company to start with. We started up with probably a 5-seater office or a 7-seater office in most of the locations. Today, we have got 22 branch offices or 22 sales offices across the country, 16 branch offices, and we have over 250 employees working in this division across the country. We have got 5 technical centers, and we are over 1,400 crores of business in terms of revenue. As a company, all divisions put together, we are on the verge of crossing 3,000 crores this year. And as a division, as I told you, we have already surpassed 1,400 crores, and we are looking at touching on 1,500 crores this year. And next year, we are planning to do 2,000 crores in terms of INR value. And in terms of number, Pan India will be crossing 3 lakh numbers of room air conditioners this year. And as per the direction or directives from the management and the Make in India drive, I believe everybody would have seen the notifications and the newspapers updates which has been making rounds in the social media of late. In fact, I believe this is the right forum to make this announcement official. Yes, we are setting up a plant in Chennai which will be spread across 54 acres precisely, and it is not going to be a assembling plant, it is going to be a complete manufacturing plant where each and every component is going to be manufactured in-house. We are not going to outsource anything. So you can be rest assured of the quality what we have been delivering this many days. So you can be rest assured the same quality standards will be followed, and we'll look forward to all your support. As the theme says, Kaiteki, the actual meaning of Kaiteki is a journey towards sustainable growth and comfort. That is the actual meaning in Japanese. So we will be looking at being more sustainable and profitable, mutually profitable and sustainable for the business and the ecosystem also. Thank you all. Thank you. Have a great day. Thank you, sir. Thank you so much. നമസ്കാരം. നമ്മുടെ ഇടയിലൊരു ഔപചാരികതയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാന്നുള്ളത്, എന്താ ഇങ്ങനെ ചത്തമാരിക്കണേ? ഒരു ഉഷാറില്ലാണ്ട് എന്തു പറ്റി എല്ലാവർക്കും? കഴിഞ്ഞ തവണ ഞാൻ കണ്ട കുറച്ച് മുഖങ്ങൾ ഇതിനകത്തില്ല, കുറച്ച് പുതിയ മുഖങ്ങൾ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് പേരെടുത്ത് ഓരോരുത്തരെ വിളിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ഔപചാരികതയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും ഇടയ്ക്കൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. മൂപ്പര് മാത്രമേ പുതുതായിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, ആർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. കഴിഞ്ഞ തവണ ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാവരുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ഓർമ്മയുണ്ടോ ആർക്കെങ്കിലുമൊക്കെ? വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താ ആരെന്തോ പറഞ്ഞു? ഇപ്പോ നമുക്ക് വലുതാവുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്, ഓർമ്മയുണ്ടോ? നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലുതാകും, മറ്റെല്ലാവരെക്കാട്ടിലും വലുതാകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമ്പറ്റീഷൻ അതുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. പക്ഷെ അതിലൂടെ എല്ലാം നമ്മൾ മുന്നേറും, നമ്മൾ വിജയിക്കും, നമുക്ക് ലാഭം ഉണ്ടാവും, നല്ലതുപോലെ ജീവിക്കും.
ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ മീറ്റിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടക്കം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ചടങ്ങിലൂടെ ഞാനത് തെളിയിക്കുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് ഡീലർ അവാർഡ്സൊക്കെ മിസ്സായിട്ടുണ്ട്. അതായത് കോവിഡിൻ്റെയും അങ്ങനെ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസിൻ്റെയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ഡീലർ അവാർഡ്സ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 2021 കലണ്ടർ ഇയറിലെ കേരളത്തിലെ റൂം എയർ കണ്ടീഷണേഴ്സ്, സ്പ്ലിറ്റ്, കാസറ്റ്സ്, ഡക്റ്റബിളിൻ്റെ ഏറ്റവും വലിയ ഡീലർക്കുള്ള അവാർഡ് SS മാർക്കറ്റിങ്ങിന് കൊടുക്കാൻ ഞാൻ സുരേന്ദ്രൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പറഞ്ഞു നിന്ന് കുറച്ച് നേരത്തെ തന്നെ ഈ അവാർഡ് കിട്ടിയതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടാവും? ഇല്ലല്ലോ. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ അതുണ്ടാവും. ഇന്നുണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു, നാളെ ഉണ്ടാവും. ഇത് 2021 കലണ്ടർ ഇയറിന്റെ പെർഫോമൻസിനാണ് ഈ അവാർഡ്. 2022 ബാക്കിയുണ്ട്, 2023 ഇപ്പോൾ നടക്കുന്നു. അപ്പൊ ഈ വർഷം ഞങ്ങൾ ഫെബ്രുവരിയിൽ ഡീലർ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത് സാധാരണ ഞങ്ങൾ ഡീലർ മീറ്റ് നടത്തുന്നത് ഇന്ത്യക്ക് പുറത്താണ്. അപ്പൊ ഇത്തവണ ആ സമയത്ത് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് കുറച്ച് വന്നു. അതായത് നമ്മളിപ്പോ ഏത് രാജ്യത്ത് പോയാലും തിരിച്ചു വരുമ്പോൾ എത്ര പേരാണോ പോയത് അത്രയും ആൾക്കാർ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള റെസ്ട്രിക്ഷൻ വരുന്നത് കണ്ട് ഒരാൾക്ക് 2500 രൂപയാണ് ഇപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച രാജ്യത്ത് അതിനുള്ള ചാർജ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരാഴ്ചത്തെ ട്രിപ്പും അതിനുള്ള ഇവന്റും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂടെ ഇതൊരു അഡീഷണൽ ചെലവായി വന്നത് കാരണമാണ് ഇത്തവണയും നമുക്കത് നടത്താൻ പറ്റാണ്ടിരുന്നത്. പക്ഷേ ഉടനെ ഞങ്ങളത് നടത്തുന്നുണ്ടാവും. ഓൾറെഡി കുറേ ഫോറിൻ ട്രിപ്സ് ഒക്കെ പെൻഡിങ് ഉണ്ട്, അത് നടത്താനുണ്ട്. അതിനോടൊപ്പം തന്നെ 2022 അവാർഡ്സിന് വേണ്ടിയിട്ടുള്ള ഡീലർ മീറ്റും ഉടനെ നടക്കുന്നതായിരിക്കും. അവിടെയും മുനീറിന് അവാർഡ് കിട്ടട്ടെ എന്ന് നമുക്ക് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നമ്മളുടെ റോഡ് എഹെഡ് മിറ്റ്സുബിഷി ഇലക്ട്രിക് എന്ന കമ്പനിയിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ഓൾറെഡി സുരേന്ദ്രൻ സാർ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഒരിക്കലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കമ്പനീസ് എയർ കണ്ടീഷനിങ് മേഖലയിൽ അതിനു മുമ്പ് പ്രവർത്തിച്ചിരുന്ന കുറച്ചധികം കമ്പനീസ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്നും പുറത്തു പോയതുപോലെ ഉള്ളൊരു സ്റ്റേജായിരുന്നു. അവർ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ അവർക്ക് മാർക്കറ്റിലേക്ക് മെഷീൻസ് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇത് മുതലാക്കി കുറേ അധികം കമ്പനീസ്, കുറേ അധികം എന്ന് പറയുമ്പോൾ ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളടക്കമുള്ള കുറച്ച് കമ്പനീസ് വളർന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളും കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ വളർച്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25% വളർച്ചയാണ് മിറ്റ്സുബിഷി ഇലക്ട്രിക് എന്നൊരു കമ്പനിക്ക് കേരളത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അത് വളരെ നല്ലൊരു വളർച്ചയാണ്. പക്ഷെ അത് ഡയറക്റ്റ്ലി ഞങ്ങളുടെ കഴിവോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയോ ഇതൊന്നും ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം കുറച്ച് കമ്പനീസിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നതും കൂടി ആണ് ആ ഒരു വളർച്ചയ്ക്ക് കാരണമായത്. പിന്നെ ഞാൻ എപ്പോഴും
കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു. അതായത് മിറ്റ്സുബിഷി ഇലക്ട്രിക് എന്ന ബ്രാൻഡിന്റെ ഏറ്റവും കൂടുതൽ സെയില് നടക്കുന്ന സമയം എന്ന് പറയുന്നത് സമ്മറല്ല, അത് ഓഫ് സീസണിലാണ്. ഓഫ് സീസണിൽ ഉള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഒരു AC വാങ്ങിച്ചു കളയാം എന്ന് പറയുന്ന ആൾക്കാരല്ല. ഓഫ് സീസണിൽ AC വാങ്ങിക്കുന്നവർ അവരുടെ ജെന്വിൻ ആയിട്ടുള്ള റിക്വയർമെന്റ്സ്, അതായത് കുറേ നാളത്തെ സ്വപ്നം പോലെ ഒരു വീടുണ്ടാക്കുന്നു, ഒരു പുതിയ കമ്പനി തുടങ്ങുന്നു, ഒരു ഷോറൂം തുടങ്ങുന്നു, അതുപോലെ ജെന്വിൻ ആയിട്ടുള്ള റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഇത് വരുന്നതാണ് ഓഫ് സീസണിൽ വരുന്നത്. ഇത് സീസണിന്റെ സമയത്ത് വന്നേക്കാം, പക്ഷെ കൂടുതലും ഓഫ് സീസണിൽ വരുന്ന റിക്വയർമെന്റ്സ് ഇതാണ്. അപ്പോൾ അവർ നല്ല AC ഏതാണ് തിരക്കി അന്വേഷിച്ച് കമ്പയർ ചെയ്ത് എല്ലാം വാങ്ങുന്ന ആൾക്കാർ ഉള്ള ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെടുന്ന AC നമ്മളുടേതാണ്. അപ്പൊ അത് ഒരു വലിയ അംഗീകാരമായിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതും ഇനി പറഞ്ഞുകൊണ്ടിരിക്കുകയും. പക്ഷെ ഇത്തവണ നമ്മൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സമ്മറിലും അത് കോൺസെൻട്രേറ്റ് ചെയ്യാം. സമ്മറിൽ നമുക്ക് എങ്ങനെ സെയിൽസ് കൂട്ടാം. അത് കഴിഞ്ഞ തവണ വളരെ നന്നായിട്ട് നിങ്ങൾ എല്ലാവരുടെയും സഹായത്തോടു കൂടി SS എങ്ങനെ ചെയ്യാം എന്ന് തെളിയിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ വലിയ മാതൃക നമ്മളുടെ മുന്നിലുണ്ട്. നമ്മൾ ആ വഴിയെ പോയാൽ മാത്രം മതി, നമുക്കിതിലും കൂടുതൽ സെയിൽസ് ഉണ്ടാവും. ഭാവിയിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന്, കമ്പനിയുടെ സൈഡിൽ നിന്ന് ഓൾറെഡി സുരേന്ദ്രൻ സാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്ത ഒരു കമ്പനിയാണ്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാം എല്ലാ കാലവും. പിന്നെ ഞങ്ങളുടെ വ്യക്തിപരമായ കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള ടെക്നിക്കൽ സപ്പോർട്ടും അല്ലാതെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് വരുന്നതായിട്ട് എനിക്കറിയില്ല. ബട്ട് ഞങ്ങളുടെ ഇത്രയും നാളത്തെ ഈ ചെറിയ ചെറിയ വിജയങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ ഇത് തന്നെയാണ്. ഇപ്പോ അത് എന്തുമാത്രം നാൾ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അത്രയും നാൾ ഞങ്ങൾ വിജയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നാണ് കാലം തെളിയിച്ചിട്ടുള്ളത്. അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരുടെ അടുത്തും നിങ്ങൾ ഇത്ര നമ്പർ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം ഒന്നും അല്ല എനിക്ക് പറയാനുള്ളത്. ആൾക്കാർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കുക, അവർക്ക് നല്ല സർവീസ് കൊടുക്കുക, ബാക്കി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് കിട്ടും. ആദ്യത്തെ ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസുകാരൻ, ഞാൻ ആദ്യം മുതലേ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ സെയിൽസിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ ഭയങ്കര വില കൂടിയൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഡീൽ ചെയ്തിരുന്നത്. AC അല്ല, വേറെ. അപ്പൊ അത് വിൽക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഡോർ ടു ഡോർ നടക്കുമായിരുന്നു. ഒരെണ്ണം പോലും എന്നെ കൊണ്ട് വിൽക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്ത്. അപ്പൊ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം തന്നിട്ടുള്ള ഒരു കാര്യം, ഞാൻ ചില കസ്റ്റമേഴ്സിനെ കണ്ടിട്ട് ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുമ്പോഴാണ്. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുകയും അവർക്ക് ഇതൊരു ഉപകാരമുള്ള പ്രൊഡക്റ്റാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ആ ഒരു സന്തോഷം അതിന്റെ പൂർണ്ണ രീതിയിൽ അതിലും വലിയൊരു ലെവലിലേക്ക് മാറിയത് ഞാൻ മിറ്റ്സുബിഷിയിൽ വന്നപ്പോഴാണ്. കാരണം നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുക, അത് ഒരാൾക്ക് അയാളുടെ റിക്വയർമെന്റിന് മാച്ച് ആവുന്നതാണെന്ന് അയാളെ ബോധ്യപ്പെടുത്തുകയും അയാൾ അത് വാങ്ങിച്ച് അത് യൂസ് ചെയ്ത് അതിൽ നമ്മളോട് ഇത് വാങ്ങിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നിത്തുടങ്ങി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറ്. അപ്പൊ അങ്ങനെ ഒരു കമ്പനിയാണ്, അങ്ങനെയുള്ള പ്രൊഡക്ട്സ് തരുന്ന ഒരു കമ്പനിയാണ് മിറ്റ്സുബിഷി ഇലക്ട്രിക്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും
നിങ്ങളുടെ മനസ്സിൽ വെക്കണം എല്ലാ കാലത്തും. നാളെ ഇത് ഞങ്ങളുടെ പോളിസികൾക്കെതിരായി ഞങ്ങളൊരു മോശം പ്രൊഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ല. ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓരോരുത്തരും എന്നോട് തന്നെ വന്നത് ചോദിക്കണം, ഇതെന്തുകൊണ്ട് സംഭവിച്ചു. അങ്ങനെ സംഭവിക്കാൻ കമ്പനി ഒരിക്കലും സമ്മതിക്കില്ല. ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും ഞങ്ങളുണ്ട്, സപ്പോർട്ടിന്റെ കാര്യത്തിലും ഞങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം കാണിച്ചു തന്ന ആ വഴികളിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. നമുക്ക് ഈ മാർക്കറ്റ് പൂർണ്ണമായി കീഴടക്കണം എന്നൊരു അഹങ്കാരം ഞങ്ങൾക്കില്ല, പണ്ടുമില്ല, ഇപ്പോഴുമില്ല. നല്ല കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കണം, അവർക്ക് നല്ല സേവനം കൊടുക്കണം. ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെയും മോട്ടോ, ഞങ്ങൾ ഓരോരുത്തരുടെയും വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാരുടെയും മോട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ബാക്കി നമുക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മിത്സുബിഷി ടീം മെമ്പേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പ്രോജക്ട് സെയിൽസിൽ ഉള്ള ആൾക്കാര് ലെഡ് ബൈ അനീഷ്, അഭിജിത് നമ്പ്യാർ. റൂം എയർ കണ്ടീഷണേഴ്സ്, പാക്കേജ് എയർ കണ്ടീഷണേഴ്സ് ഈ ഡിവിഷനിൽ ഞങ്ങൾക്ക് 2 പേരാണ്. മൂന്നാമതൊരാൾ ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. 2 പേരാണ് അതിലുള്ളത്. അൻസൺ ജോസഫ്, രജീഷ്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്നത് സദാശിവൻ. ഷിബിൻ ബേബി, പ്രശാന്ത്. പിന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ശ്രീകുമാർ. ഈ 2 പേർക്ക് ഞങ്ങളുടെ കൂടെ ഇന്ന് ഉണ്ടാവാൻ പറ്റിയിട്ടില്ല, ഒരു സൈറ്റുകളിൽ ബിസിയാണ്. ദിസ് ഈസ് ദി എൻറ്റയർ കൊച്ചി ബ്രാഞ്ച് ടീം മിത്സുബിഷി. നല്ല കേടി നമുക്ക് നൽകാം. മിത്സുബിഷി ടീം മെമ്പേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സർപ്രൈസ് ആണ് ഇന്ന് മിത്സുബിഷി എനിക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ നമ്പർ 1 2021 അവാർഡ് ഇവിടെ വെച്ച് നമുക്ക് ലഭിക്കുന്നുണ്ടായി. എൻ്റെ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സംസാരിക്കാനൊന്നും ഇല്ല എന്നുള്ള ധാരണയിലായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇതന്നെ വലിയൊരു കീനോട്ടായി. എനിവേ, താങ്ക് യു മിത്സുബിഷി, താങ്ക് ഗോഡ്. ഈ സമയത്ത് എനിക്ക് എൻ്റെ എല്ലാം ഇതിലും പിന്നെ എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കൊണ്ട് എനിക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. എല്ലാവരും പ്രാർത്ഥിക്കണം. ആക്ച്വലി ഈ ഒരു ടീമിനെ കാണുമ്പോൾ നല്ല സന്തോഷമാണ്. 2 വർഷം മുന്നേ നമ്മളൊരു ഡീൽ മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിന്റെ ഒരു പകുതി പേര് മാത്രം വെച്ചിട്ട് നമ്മൾ നടത്തി. ഈ പ്രാവശ്യം നടത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോൾ നമുക്ക് ഹോള് തികയാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെയാണ് നമ്മൾ താജിലേക്ക്. താങ്ക് യു സോ മച്ച് ടീം. ഈ ഒരു അവാർഡ് ഞാനാണ് മേടിച്ചതെങ്കിലും ആക്ച്വലി ഇതിന്റെ പിന്നില് ബിച്ചു പറഞ്ഞ പോലെ അന്ന് ആ ഒരു സമയത്ത് ഒരുപാട് ടിപ്സ് കൊടുത്ത് കുറച്ചുകൂടി സംസാരിച്ച് അത് കഴിഞ്ഞ് ഒരു ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. അതിൽ ഓരോ ഡീലറെയും 1 to 1 മോട്ടിവേറ്റ് ചെയ്ത് നമ്മളോട് ഒപ്പം നിർത്തി. എല്ലാവരും 10 വർഷം 12 വർഷം 15 വർഷം മിത്സുബിഷി വന്നിട്ട് 2013 വന്നിട്ട് ഇതുവരെ ഓരോ ദിവസവും ഓരോ ഡീലർ കൂടി വരുന്നു. നമുക്കിനി അടുത്ത പ്രാവശ്യം അടുത്ത ഓഡിറ്റോറിയത്തിൽ എങ്ങാണ്ട് മീറ്റിംഗ് വെക്കേണ്ടി വരുന്നതാണ് തോന്നുന്ന. ആ രീതിയിലേക്ക് ഇത് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ടീം സപ്പോർട്ട് നമ്മളെ നേരത്തെ പറഞ്ഞ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് എവിടെ പോയാലും വളരെ റെസ്പെക്റ്റോട് കൂടി വളരെ നല്ല രീതിയിൽ എന്ത് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും എവിടുന്ന് എന്ത് പ്രൈസ് കിട്ടിയാലും എന്നോട് നേരെ പറഞ്ഞൊരു പരാതി പറയാതെ കാര്യം മാത്രം ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാതെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അതിന്റെ സൊല്യൂഷൻ നേടിക്കൊണ്ട് എന്നാൽ നിങ്ങൾ അവിടെ നിങ്ങൾ എടുത്തോന്നൊക്കെ പറയുമ്പോൾ അല്ലേ സാധനം ഇവിടെ നിന്ന് എടുക്കുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു കട്ടക്ക് നിൽക്കുന്ന ടീമുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. മിക്കവാറും മാർക്കറ്റിങ്ങും സെയിൽസും എന്നൊക്കെ ഉപരി അവർ ഡീലറിലെ കസ്റ്റമേഴ്സിൽ കാണുന്ന സന്തോഷം നമ്മളെ വീണ്ടും ബിസിനസ് ചെയ്യിപ്പിക്കാനും ഇതേപോലുള്ള ഫംഗ്ഷൻസ് നടത്താനൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്നത്.
ഈ ഫംഗ്ഷനിലൂടെ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ചൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ഒട്ടും ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ഒരു SS-ന്റെ ഒരു ഈ കട്ടന്റെ പിന്നിലൊരു ടീമുണ്ട്. എനിക്ക് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാം എന്താ പറയാ, രാത്രി 12, 1 മണി, 2 മണി വരെ അവര് ഓൺലൈനിൽ നിന്നുകൊണ്ട് ഇന്നലെയും ഒരു 3 മണി വരെയൊക്കെ സംസാരങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഈ മെനയാന്നും അതേപോലെ അങ്ങനെ അത്രയും എഫേർട്ടായിട്ട് വർക്ക് ചെയ്തിട്ട് അത് ഉറക്കും ഒന്നുമില്ലാതെ ഷോർട്ട് പീരീഡിലായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രത്യേകിച്ച് നോമ്പ് വരാൻ പോവാണ്, പിന്നെ സീസൺ ആവാൻ പോവാണ്, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ വെന്യൂവിനുള്ള പ്രയാസങ്ങൾ, ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് അതിഗംഭീരമായിട്ട് ഓരോരോ പിൻ പോയിന്റ് നോട്ട് ചെയ്ത് പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തിരുന്ന എൻ്റെ ഒരു ടീമിന്റെ SS ടീമിന്റെ അതിന്റെ ആ ഒരു ടീമാണ് ഇതിന്റെ വിജയം. ശരിക്കും ഈ സമയത്ത് ഈ അവാർഡായാലും അതേപോലെ ഇതൊക്കെ എല്ലാം അവർക്കുള്ളതാണ്. ഞാനിവിടെ വെറുതെ വന്നിരിക്കുന്നുള്ളൂ. അത് എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയണം, അല്ലാതെ ഒരു ഫോർമാലിറ്റി വേർഡ്സ് അല്ല. മിസ്റ്റുബിഷിയുടെ ഒരു അസോസിയേഷൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വീഗാർഡായിട്ട് ഞാൻ SS-ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രോംപ്റ്റൺ ഗീവ്സ്, അത് കഴിഞ്ഞ് ഫോളോ കൂടെ വീഗാർഡും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞൊരു 10-12 വർഷം മുന്നെയാണ് ബിച്ച്രാജ് എന്റെ അടുത്ത് വരുന്നതും. ആ സമയത്ത് ഒരു മിസ്റ്റുബിഷിയുടെ AC സെയിൽ ചെയ്യുക എന്നുള്ള ആ ഒരു AC വേണം, അത് മാർക്കറ്റ് ചെയ്യണം, അത് എൻ്റെ ഒരു സൈഡ് പ്രോഡക്റ്റാണ്. അത് എന്റെ സുഹൃത്തോടെ ഉണ്ട്, ആള് തുടങ്ങിയൊരു ബിസിനസ് എനിക്ക് വേണ്ടി എന്നെ നീ ഏറ്റെടുത്തെന്ന് പറഞ്ഞ് തന്നിട്ട് എന്നോട് ഏൽപ്പിച്ചതായിരുന്നു. അദ്ദേഹം ഈ സസിലുണ്ട്. ആള് പുറത്തു പോകേണ്ട ഒരു അത്യാവശ്യം വന്നപ്പോ എനിക്ക് ഓൾറെഡി വീഗാർഡിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു, അതും കൂടി അസോസിയേറ്റ് ചെയ്ത് ഒന്ന് ജനറൽ ആയിരുന്നു. പിന്നെ മിസ്റ്റുബിഷി ബിച്ചാജ് വന്നു. അവിടെ ബിച്ചു ആ സമയത്ത് മിസ്റ്റുബിഷി ടീം ആ ടീം എന്നെ ഒരു മിസ്റ്റുബിഷി വിൽക്കാനോ അല്ലെങ്കിൽ മിസ്റ്റുബിഷിന്റെ മാർക്കറ്റിങ്ങോ ആയിരുന്നില്ല. അവിടുന്ന് വളർത്തി ഒരു ഡീലർഷിപ്പ് എന്നുള്ളതിൽ നിന്ന് പോകുന്നിട്ട് അതൊരു ഡിസ്ട്രിബ്യൂട്ടറായി, അതോടൊപ്പം തന്നെ പിന്നെ അതൊരു പ്രൊജക്ട് സർവീസ് എല്ലാ തലത്തിലും എന്റെ ഇടയ്ക്ക് അവിടെ വന്ന് ഒരു മന്ത്ലി വൺസ് അവിടെ വന്നിട്ട് നമ്മളെ ഓരോ കാര്യങ്ങൾ, നമ്മുടെ റവന്യൂ എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് എന്താണ്, നമ്മുടെ ടീം എന്താണ്, നമ്മുടെ സർവീസ് എന്താണ്, ഇങ്ങനെ ഡീലേഴ്സ് ആണ്, നെറ്റ്വർക്ക് എന്താണ്, ഫ്യൂച്ചർ പ്ലാൻ എന്താണ്. ഇവിടെ ഉള്ളാശനോട് പറഞ്ഞ് നമുക്ക് ദുബായിൽ തുടങ്ങാൻ പറ്റും മുന്നേറുന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളൊക്കെ കൊണ്ടുവന്നത് അങ്ങനെ എത്ര ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വഴികളുണ്ടോ. മിസ്റ്റുബിഷിയുടെ ഒരു AC മാത്രമൊന്നുമല്ല, കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റ് ഇറങ്ങി അത് എടുക്കണം, അതിന് ഒരു മാർക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് നിനക്ക് വളരാൻ പറ്റുമെന്ന് പറയുന്ന ഒരേ ഒരു ടീം മിസ്റ്റുബിഷി. ബാക്കിയുള്ളവരും വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് നേരെ എന്താ പറയാ, നമ്മൾ കാണുന്നത് വേറെ. അതല്ല, നമ്മൾ വേണം, എന്തിനാ വേണം അവര് തന്നെ നമ്മളെ നിർബന്ധിച്ച്. പക്ഷെ അതിന്റെ ഒരു ബിഹൈൻഡില് നമ്മൾ ഉയരുന്നുണ്ട്. ഒപ്പം നേരത്തെ ബിജുരാജ് പറഞ്ഞ പോലെ ഉയരുന്നത് ആരാണ്? SS ഉണ്ട്, മിസ്റ്റുബിഷി ഉണ്ട്, ഡീലേഴ്സ് ഉണ്ട്, എല്ലാരും പൊങ്ങനെയാണ്, ഒന്നും കുറഞ്ഞിട്ടില്ല. ആ ഒരു ഫീൽ ഉണ്ട്, ആ ഒരു അറ്റാച്ച്മെന്റ്. നമ്മൾക്കൊരു ബ്രദർ പോലെ നമ്മൾ കൂടെ നിന്നുകൊണ്ട് ഒരു ലീഡ് ചെയ്തുകൊണ്ട്, ശരിക്കും നമ്മൾ മുന്നിലല്ല, നമ്മൾ പിന്നിലാണ്. നമുക്ക് പലതും ചെയ്യാൻ മടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യ്. ഇപ്പൊ ഈ ഒരു മീറ്റ് തന്നെ പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യുന്നത് നമ്മളങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട്. ഇപ്പൊ സുരേന്ദ് സാർ വിളിച്ചപ്പോ ഒരു സിംഗിൾ ഗോൾ ഞാൻ എന്തായാലും വരും തോന്നും. ആ ഒരു ഒറ്റ വേർഡ്, ഒരുപാട് ഒറ്റ ഗോളെ വേണ്ടി വന്നു. ആ ഒരു രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മള് എന്താ പറയുക, ഒരു ബിസിനസ് എന്നതിലുപരി ഒരു ബിസിനസ്, ശരിക്കും ഞാൻ മനസ്സിലാക്കുന്ന ബിസിനസ് അതാണ്, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നല്ല. അത് നല്ല രീതിയിൽ മെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോ ഞാനൊരു മലപ്പുറം കോഴിക്കോട് ജില്ലയിലൂടെ പലതും ഓൾ കേരള വരെ ചെയ്യുന്നത്, എന്നാലും മലപ്പുറം കോഴിക്കോട് ജില്ലയിലൂടെ പോകുമ്പോൾ എവിടെ ചെന്നാലും എന്താ പറയുക, ഒത്തിരി സപ്പോർട്ട്സ്, ഒത്തിരി ആളുകൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി പോലെ, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നു വരുന്നത് അത് സന്തോഷമുണ്ട്. എനിവേ, എങ്ങനെ നിങ്ങളോട് താങ്ക്സ് പറഞ്ഞതല്ല, താങ്ക്സ് പറഞ്ഞൊക്കെ ആളെ വേറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ അതല്ല, എങ്ങനെ ഈ ഒരു സായാഹ്നത്തില് ഇവിടെ എല്ലാവരും എന്നാലും ഒത്തിരി തിരക്കുള്ള സമയം, അങ്ങനെ ചൂട് ഒരു 3 ദിവസമായിട്ട് ശരിക്കും ചൂട് കൂടിയിട്ടുണ്ട്. അപ്പൊ കോൾസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, അതേപോലെ സെയിൽസ് ഒക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പെട്ടെന്ന് സ്വിച്ച് ചെയ്തതിന്റെ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. അത് ഞാനൊക്കെ ഫീൽ ചെയ്യുന്നത്. ആ സമയത്തും 5:30 എന്ന് പറയുമ്പോൾ 5:15 ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇവിടെ. പലരും എത്തിയിട്ടുണ്ട്, പലരും വിളിച്ചിട്ട് ബ്ലോക്കാണ്, ലേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ല, ഒരു ടൈം. സാധാരണ നമ്മളൊരു പരിപാടി വിളിച്ചാല് 5 മണി ഫുഡ് കഴിക്കാൻ നേരത്തെ ആൾക്കാർ എത്തുക. പക്ഷെ അതെല്ലാം മാറിയിട്ട് നമ്മളിത് തുടങ്ങാന് നമ്മൾ വിചാരിച്ച മാതിരി തുടങ്ങുന്ന സമയത്തേക്ക് കാത്തിരിക്കേണ്ട അവസ്ഥയിൽ കുറച്ച് ടെക്നിക്കൽ പ്രശ്നം ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. ആ ഒരു രീതിയിൽ വന്ന് എങ്ങനെ നിങ്ങളോട് താങ്ക്സ് പറയണമെന്നറിയില്ല. എനിവേ, ഇനിയും കൂടെ ഉണ്ടാവണം. ഇനിയും നമ്മള്
മുന്നോട്ട് പോകണം. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിജയിക്കണം, സപ്പോർട്ട് ചെയ്യണം. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് വിഷ്ണു പറഞ്ഞ പോലെ നമ്മൾ അൺഹെൽത്തി അല്ല. അവിടെയും ഇവിടെയും നോക്കിയിട്ട് ആ ഒരു കോമ്പറ്റീഷനല്ല, നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഓർഡർ എടുക്കണം. അതേപോലെ നമ്മളെ ഫാമിലിനെ നമ്മൾ നോക്കണം. നമ്മളെ മറ്റുള്ള ഓരോ ഡീലേഴ്സും നമ്മളെ ഒരു ബ്രദറാണ്. ആ ഒരു രീതിയിൽ തന്നെ കണ്ടിട്ട് ആ ഒരു റെസ്പെക്റ്റോട് കൂടി, കാരണം ഇവിടെ പലരും അങ്ങനെയാണ്. കാരണം നമ്മൾ പലർക്കും ഒന്നിച്ചൊരു ഡീലേഴ്സ് മീറ്റ് പറഞ്ഞാൽ വലിയ ഡീലേഴ്സ് മീറ്റ് ഓൾ ഇന്ത്യ ഒക്കെ നടത്തും, പക്ഷെ ചെറിയ ഏരിയയിൽ നടത്തൂല. കാരണം പരസ്പരം അടുത്തുള്ളതല്ല, നല്ല കട്ടൊക്കെ പാരായിരിക്കും. പക്ഷെ അതിന് വിഭിന്നമായിട്ട് നമുക്ക് ഒരേ സ്ഥലത്ത് വളരെ ചെറിയ ഏരിയയിൽ, ഇതിപ്പോ എന്താ വെച്ചാല് എറണാകുളത്ത് നിന്ന് ഒരാളുണ്ടാവും, തൃശ്ശൂരിൽ നിന്ന് ഒരാളുണ്ടാവും, കോഴിക്കോട് നിന്ന് ഒരാളുണ്ടാവും. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതല്ല, ഇത് ഓരോ ഓരോ വാർഡിൽ നിന്നും ഓരോ പഞ്ചായത്തിൽ നിന്നാണ് ഓരോരുത്തരുള്ളത്. അപ്പൊ അവർ തമ്മിൽ ആ ഒരു പകയില്ലാതെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാണ്, ഒരു ഓർഡർ ആരെങ്കിലും എടുത്ത് വേറെ ആളോട് കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ വളരെ മാന്യതയോടുകൂടി ഇത് പിന്മാറിയിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ നമുക്ക് ഇനിയും ഗ്രോ ചെയ്യാൻ ഞങ്ങൾ ടേബിളിന് മുന്നിൽ ഓരോ പേപ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വായിച്ചു നോക്കിയാൽ ചിലവർ പ്രൊജക്റ്റിലായിരിക്കും, ചിലവർ സർവീസിലായിരിക്കാം. അപ്പൊ പല വിഭിന്നമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. ചിലർ AC-യിലായിരിക്കും. നമ്മുടെ കുറെ പ്രൊഡക്ട്സും ചെയ്യുന്നുണ്ട്. അതേപോലെ പല ഏരിയാസിലും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടതെന്നുള്ളത് ഫ്രാങ്ക്ലി നമുക്ക് വളരെ ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ SS-ന്റെ ടീമുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ടീമുണ്ട്. ഓക്കെ, ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു ഭരണതല്ല ടീം മെമ്പേഴ്സിന് വരണം. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഒന്ന് സ്റ്റേജിലേക്ക് വരാം. ഫസ്റ്റ് സാജിദ അഡ്മിൻ, എല്ലാവരും വന്നോളൂ. ഒരു ഞാൻ പറയാം. റഷീദ് മാർക്കറ്റിംഗ്, പിന്നെ രജുവ എൻ്റെ ഓഫീസ് സ്റ്റാഫ്, സർവീസിങ് റാഷീദ്, ഒത്തിരി പേര്, 35ഓളം പേരുണ്ട്. മാർക്കറ്റിങ്ങിലോ അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ലീഗൽ സപ്പോർട്ട് വേണമെങ്കിൽ അതിനൊക്കെ ആൾക്കാർ നമ്മൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Okay, thank you so much. വെൽക്കം ടു കൈതേകി. എൻ്റെ പേര് അനീഷ്. ഞാൻ മിറ്റ്സുബിഷി ഇലക്ട്രിക് VRF ഡിവിഷൻ ഹാൻഡിൽ ചെയ്യുന്നു. പ്രോജക്ട് ഡിവിഷനാണ്. ലെറ്റ്സ് ഹാവ് എ സ്മോൾ പ്രസന്റേഷൻ. About Mitsubishi Electric, and we are having our managing director Mr. Tamura-san, and as Mitsubishi Electric India had established on September 2020, and our operation started commencement on 2010, and it is at Gurgaon, our head office, and our offices, we are having 23 locations, 11 technical centers, and 1,061 employees. And about our living environment division, we are having our director Hosokawa-san and our senior general manager Mr. Neeraj Gupta, and we are having branch offices at 16 locations and sales offices at 5 locations, satellite offices at 14 locations, technical center at 4 locations, and warehouses at 22. And this is a global network of Mitsubishi Electric group of companies. And this is our pan-India presence. And this is our introduction. That means what is the purpose? That means we are here to contribute to the realization of a vibrant, sustainable society. And our values: trust, quality, technology, ethics and compliance, humanity, environment and society. And our commitment is changes for the better. That means we are having an attitude to always change for better. And our product range: split air conditioners, ductable air conditioners, cassette air conditioners, and our VRF system. And this is about the room air conditioners. It is inverter cooling only, and non-inverter cooling only. And our wall mounted units are ranging from 0.75 TR to 2.2 TR,
available be rating as 1 star to 5 stars. And about our key features, that means you can see the noise level, it is to 19 dB, and the noise level is very feeble. That means only you will be feeling a noise level of the air coming out, and it is limited to 19 dB. And this is package air conditioners. They are having cassette, ductable and a tower, and capacity ranging from 1.5 TR to 4 TR. And this is our Mr. Slim, and you can see which is highlighted, that is an electrical box, and it is a metal box where it will be protecting us from electrical short circuits. And piping length limit 15 meter with scroll compressor and 13 meter with rotary compressor, and operation range up to 52 degrees Celsius. And this is about the VRF. For the VRF, what we call it is City Multi, and we are having side discharge unit, top discharge unit, and water cooled unit. And these are the different types of window units, and the capacities range you can see. That means from a cassette unit we can go up 0.6 and it will go up to 4 TR. Like that, for different capacities we will be having different units. Good evening all. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും ഒന്നിച്ച് കാണുന്നതിന്. ഞാൻ സുരേന്ദ്രൻ സാർ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. He said Mitsubishi is going to start the factory at Chennai. It's coming in South region. Means we are getting the benefit of Indian product with international qualities. So going forward, ഈ ജേർണിയിൽ നമുക്ക് ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇറ്റ്സ് മോർ ഗുഡ് ദാൻ ആൻ ഇൻ്റർനാഷണൽ ബ്രാൻഡ്. ഐ എം നോട്ട് അങ്ങനെയല്ല, അതായത് മൾട്ടിനാഷണൽ ബ്രാൻഡ് വേണ്ടെന്നല്ല. ഇന്ത്യയിലൊരു ബ്രാൻഡ് വരുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ എക്കണോമിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും. മീൻസ് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ടാവാം. ആ ഓരോ സെഗ്മെൻറ്റും സാറ് പറഞ്ഞനുസരിച്ചിട്ട് മനസ്സിലാക്കിയത് മിത്സുബിഷി എയർ കണ്ടീഷൻ്റെ ഓരോ കോമ്പണൻറ്റും ഇന്ത്യയിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. മേ ബി ദാറ്റ് പ്രോഡക്റ്റ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോഴേക്കിന് അതിൻ്റെ പിറകിൽ നമ്മുടെ എക്കണോമി ഒരുപാട് ഡെവലപ്പായിട്ട് വരുന്നുണ്ടാവും. അത്രയും ഏക്കറിൽ ഒരു ഫാക്ടറി തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റിൻ്റെ ഒരു ഭാഗമാവാൻ ആ സമയത്ത് നമ്മളും ഉണ്ടാവും എന്നുള്ള ഒരു സന്തോഷം ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡീലേഴ്സിനും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവാനും അത് ഒരുപാട് ബെനിഫിറ്റോടെ അത് മാർക്കറ്റ് ചെയ്യാനും ആ കോൺഫിഡൻസോടെ അത് മാർക്കറ്റ് ചെയ്യാനും പറ്റട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പിന്നെ SS പറ്റി പറയുകയാണെങ്കിൽ SS 26th ഇയേഴ്സിൽ നിൽക്കുകയാണ്. സോ ഒരു ചെറിയ പ്രോഡക്റ്റിൽ നിന്നും തുടങ്ങി ഒരു സെയിൽസിലുള്ള പാഷനോ അല്ലെങ്കിൽ ബിസിനസ്സിനോടുള്ള ഡെഡിക്കേഷനോ എലിജിബിലിറ്റിയോ മേ ബി വൺ ഓഫ് ദിസ് ഡെവലപ്ഡ് ആ ഒരു കാര്യമാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് ഈ ഒരു സ്റ്റേജിൽ നിർത്തിയിരിക്കുന്നത്. ലോങ് വേ ടു ഗോ. അപ്പോൾ ഇനിയും ഒരുപാട് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യാനും നമ്മുടെ കൂടെയുള്ള കമ്പനികളിൽ നമുക്ക് ഒരു ലെഗസി കീപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സംതിങ് വെരി ഡിഫറെൻറ്റ്. ഒരുപാട് കൊല്ലം ഒരു വെണ്ടറെ കൂടെ നിൽക്കുക, ആ വെൻഡേഴ്സ് ഒരു വെൻഡറിനും അധികമായിട്ട് ഞാൻ ഇപ്പോൾ മിത്സുബിഷിയിലൊക്കെ കാണുമ്പോൾ ഇപ്പോൾ വിച്ചു സാർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ഒഫീഷ്യലിന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഏത് പാതിരേക്കും വിളിച്ച് ചോദിക്കാൻ പറ്റും, സാർ ഇതെന്താണ് അതെന്താണ്, അല്ലെങ്കിൽ ഒരുപാട് സില്ലി ക്വസ്റ്റ്യൻസും നമ്മളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോഴും ഒരു മടിയും കൂടാതെ നമുക്കത് പറഞ്ഞു തന്നു. ചില ടെക്നിക്കൽ ഫീച്ചേഴ്സൊന്നും നമ്മൾ നോർമൽ ആൾക്കാരായതുകൊണ്ട് നമുക്ക് അറിയുന്നുണ്ടാവില്ല. സോ അതൊക്കെ ചോദിച്ചാൽ വളരെ ക്ഷമയോടെ അതിതാണ് അങ്ങനെ പറഞ്ഞു തന്ന് നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല വി ആർ ഡീലിംഗ് വിത്ത് എ വെൻഡർ ഓർ വി ആർ ഡീലിംഗ് വിത്ത് അനദർ പേഴ്സൺ. വി ഫീൽ ലൈക്ക് ദാറ്റ് വി ആർ ഡീലിംഗ് വിത്ത് അവർ ഓൺ ടീം മെമ്പർ. നമുക്ക് അങ്ങനെയാണ് എപ്പോഴും ഫീൽ ചെയ്യാറ്. അതുപോലെ അതേപോലെ തന്നെ നമ്മളെടുത്ത് വിളിച്ച് നമ്മുടെ മാർക്കറ്റബിലിറ്റിയും നമ്മുടെ ഫൈനാൻഷ്യൽ സ്ട്രക്ചറും ഫ്ലോ ഓഫ് ഫൈനാൻസും എല്ലാം സാർ അധികാരത്തോടെ ചോദിക്കാറുണ്ട്. കാരണം അത് നമുക്ക് എപ്പോഴും കോൺഫിഡൻസ് ആണ് തരാം. പലപ്പോഴും ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ്
സോ നമ്മളും ചിന്തിക്കുന്നത് ഓക്കെ ഇത് ഇങ്ങനെ ഒരു റൂട്ട് ഉണ്ടല്ലോ, നമ്മൾ ആ ഭാഗവും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ സഹായിക്കാറുണ്ട്. ഇനിയും മുന്നോട്ടും അതുപോലെ തന്നെ SS-ന്റെ കൂടെ ഉണ്ടാവണമെന്ന് മിത്സുബിഷി ടീമിനോടും ഇവിടെ ഇരിക്കുന്ന ഓരോ ഡീലേഴ്സിനും പലരെയും എനിക്ക് പേഴ്സണലി അറിയുന്നുണ്ടാവില്ല, പക്ഷേ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവാം. എന്നെക്കാട്ടും കൂടുതൽ ജ്യോതിക്ക് അറിയുന്നുണ്ടാവും ഇവിടെ ഓരോ ഇരിക്കുന്ന ആളുകളെയും. പക്ഷേ മുന്നോട്ടുള്ള ജേർണിയിൽ നിങ്ങളും നിങ്ങളെ പോലത്തെ ഒരുപാട് ആളുകളും കൂടെ വന്ന് ഈ ഡിസ്ട്രിബ്യൂഷൻ മീറ്റിംഗ് നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്കിന് ഈ ഹോളിനെക്കാട്ടും ഡബിൾ ആയിട്ടുള്ള ഒരു ഹോൾഡ് നമുക്ക് നടത്താനും ഗോയിങ് ഫോർവേഡ് ഇന്ത്യയിലെ വേറെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് നടത്താനും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭാവങ്ങളും. താങ്ക് യു. വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഓരോ സ്കെഡ്യൂളും ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ ടൈമിൽ ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ ഓരോരുത്തർക്കും ബിസിനസ്സിനോടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രോഡക്റ്റിനോടുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ആവാം. നിങ്ങൾക്ക് മിത്സുബിഷിയിൽ പറയുന്ന മാതിരി ചേഞ്ചസ് ഫോർ ബെറ്റർ. സോ നിങ്ങൾ ഓരോരുത്തർക്കും മുന്നോട്ട് ചേഞ്ചസ് ഫോർ ബെറ്റർ ഉണ്ടാവട്ടെ. കൈത്തേക്ക് പറയുന്ന മാതിരി നമുക്ക് ഈ എയർ കണ്ടീഷനും കംഫർട്ട് മാത്രമല്ല നമ്മുടെ ബിസിനസ്സിലും ഒരു കംഫർട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോവട്ടെ. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞങ്ങളുടെ കമ്പനി എക്സ്ക്ലൂസീവ് ഷോറൂംസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്യുന്നത് ഹിറോബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഷോപ്പാണ്. അതായത് വളരെ ചെറിയ ഒരു ചെലവിൽ ഒരു മിനിമം 150 അല്ലെങ്കിൽ 180 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഏരിയ, അതിൽ മിത്സുബിഷിയുടെ സ്പ്ലിറ്റ് യൂണിറ്റ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനും മിത്സുബിഷി ഇലക്ട്രിക്കിന്റെ മാത്രമായിട്ടുള്ള ഒരു ഷോറൂം തുടങ്ങാനും അതിന് കമ്പനി കുറെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ തുടങ്ങിയിട്ട് അതിന്റെ കുറച്ച് അധികം ആൾക്കാരങ്ങനെ ഓൾ ഇന്ത്യ തുടങ്ങിയതിന് ശേഷം വളരെ സക്സസ് ആയി മാറി കഴിഞ്ഞപ്പോൾ അതിന്റെ അടുത്ത ലെവലായിട്ടുള്ള കൂളിംഗ് പ്ലാനറ്റ് എന്നൊരു സംഭവം ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ടായി. അത് മിനിമം 500 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു ഷോറൂം ആയിരിക്കണം. അവിടെ ഞങ്ങൾ ഇതുപോലെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും, ഡിസ്പ്ലേ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാവും. കൂളിംഗ് പ്ലാനറ്റിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പർട്ടിക്കുലർ ഒരു തുകയ്ക്ക് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി, ആ ഷോറൂം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള VRF യൂണിറ്റ്സ് കമ്പനിയാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഷോറൂംസിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ യൂണിറ്റ് ചിലപ്പോൾ ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് ആയിരിക്കും വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു കാസറ്റ് യൂണിറ്റ് ആയിരിക്കും വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഡക്റ്റബിൾ ആയിരിക്കും. VRF യൂണിറ്റ്സ് എന്താണ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഓരോരോ ഇൻഡോർസും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഔട്ട്ഡോർ എവിടെയാണ് വെക്കുന്നത്, അതിൽ നിന്നുള്ള കണക്ഷൻസ് എങ്ങനെയാണ് വരുന്നത്, ഇതെല്ലാം ആ ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കസ്റ്റമർ ഉണ്ട്, നിങ്ങൾക്ക് അവരെ ആ ഷോറൂമിൽ കൊണ്ടുവന്ന് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഒരു ആർക്കിടെക്ട്, ഒരു കൺസൾട്ടന്റ്, ഒരു ഇന്റീരിയർ ഡിസൈനർ, അവർക്ക് സംശയങ്ങൾ ഉണ്ടാവാം ഇതെങ്ങനെയാണ് VRF വർക്ക് ചെയ്യുക എന്നുള്ളതിനെ പറ്റി. അവരെയും നിങ്ങൾക്ക് കൂളിംഗ് പ്ലാനറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഒരേ സമയത്ത് തന്നെ മുനീറിന്റെ ഹിറോബായ് കൂളിംഗ് പ്ലാനറ്റും തുടങ്ങുകയാണ്. ഹിറോബ പെരിന്തൽമണ്ണയിലും ഈ കൂളിംഗ് പ്ലാനറ്റ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലും. അതിന്റെ വർക്കും കാര്യങ്ങളും മൊത്തത്തിൽ പൂർത്തീകരിച്ച് വരുന്നതേ ഉള്ളൂ. എന്നാലും അതിന്റെ ഒരു സോഫ്റ്റ് ഓപ്പണിംഗ് എന്നുള്ള നിലയിൽ ഇന്ന് നമ്മൾ ആ കൃത്യം ഇവിടെ നിർവഹിക്കുകയാണ്. സുരേന്ദ്രൻ സാർ, പ്ലീസ് ഡു ദി സോഫ്റ്റ് ഓപ്പണിംഗ് ഫോർ കൂളിംഗ് പ്ലാനറ്റ്. Thank you, Bitu-san. Thank you, Munir. As Bitu-san said, we have got two different formats of exclusive outlets. One we call it as a Hiroba, and the other one is a bigger format, which we call it as Cooling Planet. What differentiates Cooling Planets from other exclusive stores of competition or our own brand stores is that
we have all the units which are connected live, and you can feel the product. You can demonstrate how all the windows are connected and how the installation is done. The customer gets to see not only the product, he gets to see how we do installation and what is the quality we emphasize on and what is the process, and customer can get and feel about how the product looks when it is being installed in their own premises, whether be it an office or a residence or a commercial space. So customer gets to feel the product. So I believe this will be the first cooling planet in Calicut. So congratulations everyone. I would request everyone to make use of this and request you to bring as many customers as possible so that you can improve the visibility and the brand reach, and in turn you can improve your business, or rather you can improve our business together and grow together. Thank you very much. പെരിന്തമണ്ണയിൽ ഹിറോബയിലുള്ള ഇൻചാർജ് നബിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കസ്റ്റമേഴ്സിനെ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ ആണെങ്കിൽ പോലും ലൈവ് റീഡിങ് എടുക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ അവിടെ സെറ്റ് ചെയ്യാനായിട്ട്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലൈവ് റീഡിങ് കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും. അത് എത്ര ആംസിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതൊരു വലിയ പോയിന്റാണ്. നമ്മൾ എന്താണോ നമ്മൾ പേപ്പറിൽ എഴുതുന്നത് അത് തന്നെയാണ് ആ റീഡിങ് എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടെ തന്നെ പറയുന്ന കാര്യമാണ്. അതിൽ കുറഞ്ഞെങ്കിലേ ഉള്ളൂ, കൂടി പോവില്ല. അപ്പോൾ അത് നമ്മൾ കസ്റ്റമേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം, കാണിച്ചു കൊടുക്കാം. അതെല്ലാം ഉള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നബിലിനെ പ്രത്യേകം നോട്ട് ചെയ്യാം. അതോടുകൂടി കൂളിംഗ് പ്ലാനറ്റിന്റെയും ഹിറോബയുടെയും ഒഫീഷ്യൽ സോഫ്റ്റ് ലോഞ്ച് ഇവിടെ നടന്നതായി ഞങ്ങൾ അറിയിക്കുന്നു. ഇതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ബാക്കിയുള്ള കുറച്ച് അറ്റകുറ്റപ്പണികളെല്ലാം കൂടി ചെയ്യാനുണ്ട്. അത് ചെയ്തതിന് ശേഷം വലിയൊരു സ്കെയിലിൽ ഞങ്ങൾ നടത്തുന്നതാണ്. അതിന് സുരേന്ദ്രൻ സാറും എത്തും. അതോടൊപ്പം തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ നാഷണൽ ഹെഡ് വരാൻ ശ്രമിക്കും. പക്ഷേ മാർച്ചിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മാർച്ചിൽ അദ്ദേഹം വളരെ തിരക്കിലായിരിക്കും. അതോടൊപ്പം തന്നെ ഡയറക്ടർ ഹൊസക്കാവസൻ എത്തും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരൊക്കെ ഉള്ളപ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം, മാർച്ച് ഏപ്രിലൊക്കെ എയർ കണ്ടീഷനിങ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് അവരെത്തുമില്ല എന്നുള്ളത് അറിയില്ല. പക്ഷേ എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അതൊരു വലിയ ലാർജ് സ്കെയിൽ ഇവന്റ് ആയിട്ട് തന്നെ ഞങ്ങൾ നടത്തുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും അതിന് വരണം, സഹകരിക്കണം. The team APM onto the stage. ബെസ്റ്റ് ഡീലേഴ്സിനുള്ള ഒരു അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഗോൾഡ് കാറ്റഗറിയിൽ വെച്ച് ആദ്യമായിട്ട് അവാർഡ് ഏറ്റുവാങ്ങുന്നു ദ ടീം APM. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരു നിറഞ്ഞ കയ്യടി നമുക്ക് നൽകാം. കൺഗ്രാറ്റുലേഷൻ ദ ടീം APM. Thank you so much. Next, I would like to invite the team Cool and Cool. Please welcome Mr. Safar onto the stage. Safar from Cool and Cool. Congratulations. Congratulations, Team Pareri. Congratulations. Next, I would like to invite the team before you. Yes, thank you. Congratulations, the team before you. മൊമെന്റോസ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. സോ നമ്മുടെ ഗോൾഡ് കാറ്റഗറിയിലുള്ള മെമ്പേഴ്സ് ആണ് ഇത്രയും സമയം സ്റ്റേജിൽ മൊമെന്റോ വാങ്ങിച്ചിരുന്നത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നു പ്ലാറ്റിനം കാറ്റഗറിയിലേക്ക്. സോ ആൻഡ് നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി പ്ലാറ്റിനം കാറ്റഗറി ആണ്. സോ ഇതിലുള്ള ടീം മെമ്പേഴ്സിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ ടീം ക്യൂബിക്സ്. കൺഗ്രാറ്റുലേഷൻസ്. Thank you so much. Yes, പ്ലാറ്റിനം കാറ്റഗറി അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വേദിയിൽ നൽകുന്നത്. ഏറ്റുവാങ്ങുന്നത്
the team Cool Hill. Congratulations. Congratulations, DG Sola. Thank you so much. കാരണം ഇവർക്ക് നൽകിയിട്ടുള്ള ആ ഒരു വലിയ സപ്പോർട്ടിന് നമ്മുടെ ഒരു ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ ആണ് ഈ ഒരു വേദിയിൽ വെച്ച് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. Answer which I never expected. Thank you very much, Munir and team and Kerala team. Thanks. That is a great moment to have at home. Thank you very much. Thank you. Anyway, congratulations, Mr. Vijay sir. Yes, അദ്ദേഹത്തിന്റെ എഫേർട്ടിന് അദ്ദേഹത്തിന്റെ ഈ ഒരു സപ്പോർട്ടിന് നമ്മൾ നൽകുന്ന ഒരു ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. യെസ്, ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാ ഡീലേഴ്സിനും ഇത്രയും കാലമായിട്ട് കണ്ടില്ലെങ്കിലും ഓളിൽ കൂടെ ഉള്ള പരിചയം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരെയും നേരിട്ട് പുതിയ ഡീലേഴ്സിനൊക്കെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കൂടാതെ നമ്മുടെ മിറ്റ്സുബിഷി സൗത്ത് റീജിയൻ ഹെഡ് മിസ്റ്റർ സുരേന്ദ്രൻ സർ, കേരള ബ്രാഞ്ച് ഹെഡ് മിസ്റ്റർ ബിച്ചു സർ, SS മാർക്കറ്റിംഗ് ഹെഡ് മിസ്റ്റർ മുനീർ, മറ്റ് മിറ്റ്സുബിഷി ടീം അംഗങ്ങൾക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ ഡീലേഴ്സിനും പിന്നെ നമ്മുടെ ടീം SS-നും നമ്മുടെ SS മാർക്കറ്റിംഗിന്റെ പേരിലും മിറ്റ്സുബിഷിയുടെ പേരിലും ഞാൻ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ഇങ്ങനെ ഒരു ഡീലർ മീറ്റ് രണ്ടാമത്തതാണ് ഞാൻ പങ്കെടുക്കുന്നത് SS-ൻ്റെത്. നമുക്കിവിടെ കാണുന്ന തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിലാണ് എല്ലാവരുമായിട്ട് പോകുന്നത്. ഒരു ഡീലർ ഡിസ്ട്രിബ്യൂട്ടർ ബന്ധത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്നതും മുനീർക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതും അങ്ങനെ ഒരു സംഭവം തന്നെയാണ്. മുനീർക്കായിട്ട് 2 ദിവസം മുമ്പ് സംസാരിച്ചപ്പോഴും ഒരു സ്ഥാനം മുനീർക്കായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോഴും മുനീർക്ക പറഞ്ഞതിൻ്റെ ഒരു ഇതിലും എനിക്ക് ആ കാര്യങ്ങൾ മനസ്സിലായപ്പോഴും ഞാൻ ആ സംഭവം തന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അത് മുനീർക്കായുടെ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ്. നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോയി നമുക്കിനിയും വളരാൻ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഓരോ അഡ്വൈസുകളാണ്. നമുക്കത് മനസ്സിലാക്കുക, നമ്മളതിനനുസരിച്ച് ഒപ്പം നിന്ന് പോവുക. കൂട്ടി പിടിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്കും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താമെന്നുള്ള ഒരു സന്ദേശം കൂടി SS നൽകുന്നുണ്ട്, മുനീർക്ക നൽകുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മിറ്റ്സുബിഷി, ഞങ്ങളെ കൂടി ഇവൻറ്റിൽ ഉൾക്കൊള്ളിച്ചതിന്, ഞങ്ങൾക്കത് ചെയ്യാൻ സഹായിച്ചതിന്, ഞങ്ങൾക്കൊരു അവാർഡ് തന്നതിന് താങ്ക് യു. സോ മച്ച്. മിറ്റ്സുബിഷിൻ്റെ എയർ കണ്ടീഷൻ്റെ പ്രൗഢഗംഭീരമായ ഈ പരിപാടി ഈ കാണുന്ന എല്ലാ ഡീലേഴ്സിനെയും വളരെ അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, വേൾഡിൽ അറിയപ്പെടുന്ന നമ്മുടെ മിറ്റ്സുബിഷി ഇലക്ട്രിക് ഇവിടെ ബിജു സാർ പറഞ്ഞ പോലെ 100 വർഷത്തിലേറെ പഴക്കമുള്ള നമ്മുടെ ഈ മിറ്റ്സുബിഷി എയർ കണ്ടീഷൻ, നമുക്കതിനെ വളരെയധികം സെയിൽസ് ചെയ്യാനുള്ള ആ മുന്നേറ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്ങനെ തുടങ്ങണം എന്ന് ഇങ്ങനെ ആലോചിക്കാൻ. അപ്പൊ വരുമ്പോ കഥ പറയാനാണ് പറഞ്ഞത്. അവിടുന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ്, കഥ പറഞ്ഞ് തുടങ്ങണം എന്നാണ് പറഞ്ഞത്. കഥ പറയുന്നില്ല. അതിന്റെ മുന്നേ ഒരു ചെറിയ കംപ്ലൈന്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. MCQനെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞപ്പോ ആ ഒരു വിഷയം ഡിസ്ട്രിബ്യൂഷന്റെ ടീമിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, നിങ്ങളും
ചിലപ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസം നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു കോള് നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി ടീമിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു റിമോട്ടിന്റെ വിഷയം പറഞ്ഞപ്പോൾ MCQ ഒക്കെ പറഞ്ഞ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്, ഇതിനൊന്നും ഒരു പരാതിയില്ല. ഞങ്ങളൊക്കെ ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് മിസ്തുബിഷി. വേറൊരു പ്രൊഡക്റ്റും അങ്ങനെ ഒരു ധൈര്യത്തിൽ ഫിറ്റ് ആൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എന്നാലും റിമോട്ടിന്റെ വിഷയത്തിൽ നമുക്ക് പാക്കിൽ ലൈറ്റ് ഇല്ലാത്തൊരു വിഷയമുണ്ട്. ടെക്റ്റബിൾ യൂണിറ്റ്സിന്റെ റിമോട്ടിന് പുറകില് LED സപ്പോർട്ട് ഇല്ലാത്തൊരു വിഷയങ്ങളുണ്ട്. സാർ കാണാനില്ല, സുരേന്ദ്രൻ സാറ് കാണാനില്ല. ഏതായാലും അവരുടെ ശ്രദ്ധയിൽ നമുക്ക് വേറെപ്പെടുത്താം. അവര് രണ്ടുപേരായിരുന്നു ഇത് അറിയേണ്ടത്. രണ്ടുപേരും ഞാൻ ഇവിടെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല, പുറത്തെ വാഷ്റൂമിലെങ്ങോട്ട് പോയതായിരിക്കും. എന്തായാലും ആ ഒരു വിഷയം ടീം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട്, കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇനിയെങ്കിലും ഇപ്പൊ വരുന്ന പ്രൊഡക്ട്സിനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതും പക്ഷേ ഒരു ലൈറ്റിന്റെ സപ്പോർട്ടാണ്. നിങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു ഡോക്ടറെ കോളാണ് വന്നത്. അദ്ദേഹത്തിന് രാത്രി ടോർച്ച് അടിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ടെമ്പറേച്ചർ മാറ്റാനോ അല്ലെങ്കിൽ മോഡ് മാറ്റാനോ ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനോ മറ്റോ ഒക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു വിഷയം എന്തായാലും ടീം ശ്രദ്ധയിൽപ്പെടുത്തണം എന്നൊരു ചെറിയ അഭ്യർത്ഥന മാത്രം വെച്ചുകൊണ്ട് ഞാൻ താങ്ക് യു സർ. ഞാൻ പ്ലാറ്റിനം അവാർഡ് വാങ്ങുമ്പോൾ അങ്ങനെ വിചാരിച്ചു ഞാനിപ്പോൾ എന്തിനാ വാങ്ങാൻ വരുന്നതാണ്. 2 വർഷമായിട്ട് കാര്യമായിട്ട് ഞാൻ ഷോപ്പിൽ ശ്രദ്ധിക്കാൻ എൻ്റെ പാർട്ട്ണർ പ്ലാറ്റിനം അവാർഡ് വാങ്ങാൻ എന്നെ സ്റ്റേജിൽ കൊടുത്തപ്പോൾ മനസ്സ് പറഞ്ഞു പോയി. കബീറിന് സ്പെഷ്യൽ താങ്ക്സ്. ഒപ്പം SS മാർക്കറ്റിംഗ് മിത്സുബിഷി ടീമിന്. നമ്മൾ കുറച്ച് ബാക്കിൽ വെക്കുമ്പോഴും സാജിദാത്താൻ്റെയും മുനീർഖാൻ്റെയും കോൾ വരുമ്പോഴാണ് ഞാൻ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളാണല്ലോ എന്നൊരു ഓർമ്മ വരാറുള്ളത്. എന്തായാലും സ്പെഷ്യൽ താങ്ക്സ് ഒരിക്കൽ കൂടി കബീറിന്, SS മാർക്കറ്റിംഗ്, മിത്സുബിഷി ടീം. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് ഷബീർ. ഞാൻ ന്യൂ കമറാണ്. പിന്നെ മിസ്തുബിഷിയെ പറ്റിയിട്ട് ഇനി പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഫീഡ്ബാക്കിൻ്റെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ്. ഞാൻ മുന്നേ സെയിൽസ് നടക്കുമ്പോൾ തന്നെ സബ്ബായിട്ട് എടുത്ത് ചെയ്യായിരുന്നു, പിന്നെ സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം വേറെ സ്റ്റാഫ് ഇരുന്ന് സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നത്. എന്തായാലും മിസ്തുബിഷിയെ പറ്റിയിട്ട് ഇനി വിശദമായിട്ട് വരേണ്ട ആവശ്യമില്ല. സ്റ്റാഫ് ജ്യോതി മാഡം, അവർ സത്യം പറഞ്ഞാൽ എനിക്ക് ചില കസ്റ്റമേഴ്സ് രാത്രി ഒരു 9 മണിക്ക് വരെ എനിക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ചില സമയങ്ങളിൽ. താങ്ക് യു ജ്യോതി മാഡം ആൻഡ് SS ടീംസ്. എൻ്റെ എല്ലാവർക്കും ഒരുപാട് നന്ദി.